വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ FC ബയേണിൻ്റെ ഒരു അറീന പ്ലസ് മ്യൂസിയം ടൂറാണ്. റിയലി എക്സൈറ്റഡ് ഇത് കാണാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഗേറ്റ് ഫ്രണ്ടിൽ പോകുന്നു. Okay, so this is it. This is the Allianz Arena. Do you like it? Yes. Yes, very good. Does anybody not like it? World Cup 2006 here in Germany, but back then the stadium, it looked a bit different than it does now. So today we have a capacity of 75,000 people. So this here is the second biggest stadium in Germany. And do you know who has the biggest? Borussia Dortmund, exactly, our biggest rivals, but they haven't won anything last. And also 1860 Munich, and they shared the stadium, so it had to be a neutral stadium. And both played here. 1860 Munich, they didn't play that well, and they were relegated and relegated again. And in the third year, the Allianz Arena was just too big for them, and the rent too expensive, so they had to move out in 2018, and then Bayern Munich had the opportunity to change some things and make this really their stadium. അവർ അൾട്രാസൗണ്ട് അവർ നിൽക്കുന്ന സ്റ്റാൻഡാണ് ഇത്. അവേ സ്റ്റാൻഡ് വരുന്നത് അവിടെയാണ്. 344 നടക്കുന്ന അവിടെ. മിയ സാൻ മിയ, അത് വി ആർ ഹൂ വി ആർ എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ FC ബയേൺ മ്യൂണിച്ച് ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇവിടുത്തെ ഗൈഡ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ അലയൻസ് അറീന 2005 ബിൽഡ് ചെയ്ത സംഭവമാണ്. ഇവിടെ ഇവർ 2 ടീമുകൾക്ക് വേണ്ടിയിട്ട് ഇത് ബിൽഡ് ചെയ്തത്. ഒന്ന് FC ബയേൺ മ്യൂണിച്ചിനും ഒന്ന് മിൻച്ചൻ 1899 എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവർ 2018 റെലഗേറ്റായി 3rd ഡിവിഷനിലേക്കും പോയി, അവിടെ നിന്ന് റെലഗേറ്റായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് ഈ സ്റ്റേഡിയം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ സ്റ്റേഡിയം കംപ്ലീറ്റ്ലി FC ബയേണിനായിട്ട് കിട്ടി. ഇതൊരു പുതിയൊരു അറിവാണ് എനിക്ക്. അത് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയം ഇവർക്ക് മാത്രമുള്ളതാണെന്ന് വിചാരിച്ചത് ഇത്രയും കാലം. ഇവിടെയാണ് പ്ലെയേഴ്സ് ഇരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടൈമിൽ ആണ് ബയേൺ മ്യൂണിച്ചിൻ്റെ ബെഞ്ച്. സബ്ബറങ്ങാൻ പോകണം. ഇന്നലെ ഇവിടെ എണ്ണം വരുന്നത്. ഇന്നലെ ഇവിടെ കളി നടന്നായിരുന്നു. നിക്കോള ജാക്സൺ, ലൈമർ. ഇത് ഹീറ്റിംഗ് സിസ്റ്റം. ലൈമർ. ഞാൻ നിൽക്കുന്നില്ല, കൊമ്പിനി സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അത് കൊമ്പിനി, ഇത് കമ്പനി. ഇവർക്ക് ഈ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും പ്ലെയേഴ്സിന്. ഇത് വിൻ്ററിൽ ഈ ഹീറ്റിംഗ് സിസ്റ്റം ഇത് ഹീറ്റ് ചെയ്യും ഈ സീറ്റുകളും. പക്ഷേ നമ്മൾ എല്ലാ ടീമിലും നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ഉണ്ടാവും. അവർക്ക് ഹീറ്റിംഗ് ഇല്ല, തണുപ്പില്ല ടൈം. കൊമ്പനി അഭിനന്ദ ബ്യൂട്ടിഫുൾ സ്റ്റേഡിയം. ഡമ്മ ഒരു രക്ഷയില്ല. നമ്മൾ പ്രസ് കോൺഫറൻസ് ചെയ്തൊക്കെയാണ്. പ്രസ് കോൺഫറൻസ് അതേ ടൈമിൽ വിൻസെൻ്റ് കൊമ്പിനിയും പിന്നെ പ്ലെയേഴ്സൊക്കെ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു.
ദിസ് ഈസ് ദ പ്ലേസ് മാൻ. അതാ കമ്പനി വന്നിട്ടുണ്ട്. So like Champions League games or Germany's playing here or anything like that. And during the national games or international games, it is very likely that not everybody understands German in this room. So we have two translators in these boxes over there, and they translate the whole thing in English and also the language of the opponent. So really everybody understands everything during the press conference. അടുത്തത് ഡ്രസ്സിംഗ് റൂം. ഡ്രസ്സിംഗ് റൂം. We are going to the dressing room. Stairs. Image. അങ്ങനെ ഇതിഹാസം. നോയേ Okay, then take the last pictures, please, and we will go on. So don't want to see you. Wow. മോനെ പ്ലേയേഴ്സ് ടണൽ. ഹോം എവേ 2 ടീമാക്കി നമ്മളെ കൊണ്ടുപോയാണ് ഇപ്പോൾ. അണ്ണന്മാരുടെ ഇതേവേ ടീമിൻ്റെ ടണൽ. ഇതാണ് പ്ലേയേഴ്സ് ഫീൽ ചെയ്യുന്ന ഗെയിമിന് ഇറങ്ങുമ്പോൾ. ഇത് ക്ലോസ്ഡ് ആണ്. On match day, this hatch here would be open, and the players they just walk in the middle of the benches. They walk out on the pitch, and during the game, the hatch is closed again. So if somebody gets tackled or anything, he doesn't fall down the stairs. And ഇതേവേ ടീം ഡ്രസ്സിംഗ് റൂം. ഇത് ബേൺ മ്യൂണിക്ക്. താങ്ക്സ്. നമ്മളിപ്പം ഇത് പ്ലേയേഴ്സിന് സംസാരിക്കുന്ന കളി കഴിഞ്ഞിട്ട് സ്റ്റാൻഡ്. ഒരു തവണയും കൂടി നമുക്ക് ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാം ഉള്ള അനുമതിയുണ്ട്. ഇത് അതായി കാണുന്നതാണ് ബയാൻ്റെ ഫേമസ് സുദ്ക്രൂ അൾട്രാസ്. അവർ സുദ്ക്രൂ മുൻചനുണ്ട് അൾട്രാസ്. അവർ നിൽക്കുന്ന സ്റ്റാൻഡാണ് അത് മുക്കാലും അല്ല, അത് ഫുള്ളും ആ സ്റ്റാൻഡ് ഫുള്ള് സ്റ്റാൻഡിങ് സ്റ്റാൻഡായിരിക്കും. കാരണം കൂടുതൽ ആൾക്കാരെ സ്റ്റേഡിയത്തിൽ കയറ്റാനും സ്റ്റേഡിയം പാക്ഡായിട്ടും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റാൻഡിങ് സീറ്റ്സ് ആക്കിയിട്ടുള്ളത്. ഇവിടെ സിറ്റിംഗ് സീറ്റ്സാണ് ഈ ഭാഗത്ത്. ഇതേപോലെ സ്റ്റാൻഡിങ് സീറ്റ്സിൻ്റെ ഇത് യൂറോപ്പിൽ ഒട്ടുമിക്ക സ്റ്റേഡിയത്തിലുണ്ടാകുന്നില്ല. ഈ ഭാഗത്തൊക്കെ സ്റ്റാൻഡിങ് സീറ്റാണ്. ഇവിടെയൊക്കെ ഫാൻസിന് മാത്രമേ ഉള്ളൂ എൻട്രി. അതായത് അൾട്രാസിന് മാത്രം എൻട്രി ഉള്ള സ്ഥലമാണ്. മാൻ ബ്യൂട്ടിഫുൾ. ആ സ്ക്രീന് 200 മീറ്റർ സ്ക്വയർ വലിപ്പമുള്ള സാധനമാണ്. അത് 17 ടണ്ണ് ഭാരം ഉണ്ടാവും. വെയിറ്റ് അതായത് 11 ആനേൻ്റെ വലിപ്പം ഉണ്ടാവും. അങ്ങനത്തെ 2 സ്ക്രീനാണ് ഈ സ്റ്റേഡിയത്തിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ പെയിൻറ്റിങ്സൊക്കെ സീറ്റിൻ്റെ മുകളിലുള്ള പെയിൻറ്റിങ്സ് 2018 ശേഷം, അതായത് ഇവർ സ്റ്റേഡിയം സ്വന്തമാക്കിയതിന് ശേഷമുള്ള ആണ് ഇതൊക്കെ. പിന്നെ അത് VIP ബോക്സസ് ഉണ്ട്. അവിടെയൊക്കെ ഒടുക്കത്തെ പൈസ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പൈസയാണ്. ഒരു കൊല്ലത്തേക്ക് എടുക്കണം ആ സീറ്റ്സൊക്കെ, VIP ബോക്സസ്. സോ ദാറ്റ്സ് ഓൾ. നമ്മൾ അലിയൻസ് അറീന അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അറീന ടൂർ കഴിഞ്ഞ് നമുക്ക് മ്യൂസിയം ടൂറിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ മ്യൂസിയത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാ ഇതിൻ്റെ അകത്തെ സ്റ്റേഡിയത്തിനകത്തെ റെസ്റ്റോറൻറ്റ്.
ഏതാ സെറ്റപ്പ് അല്ലേ? 5 സ്റ്റാർ ഹോട്ടൽ തോറ്റുണ്ട്. ആ വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസകളേ ഉള്ളൂ. മ്യൂസിയം ഇതാണ് ഫസ്റ്റ് ഇവിടെ സ്റ്റേഡിയം. ബയറിന്റെ ബുണ്ടസ്ലീഗ അടിച്ച ആദ്യത്തെ ടീം 1932. ഇവരുടെ പഴയ ഹെഡ്ക്വാർട്ടേഴ്സാണ്. പഴയ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ട്രോഫികളും പിന്നെ അതിൻ്റെ ബോർഡ് റൂം, ക്ലബിൻ്റെ വലിയ ബോർഡ് മീറ്റിംഗ്സ് എല്ലാം കൂടിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. ജോഹാൻ ക്രൈഫ് അല്ലേ? ബാർസേൻ്റെ മറ്റേ ഗാമ്പർ ട്രോഫി വന്നത് പയ്യൻ ജയിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ DFB പോക്കാൽ കപ്പ് കോമ്പറ്റീഷൻ ജർമ്മനിയിലെ. അവിടെ രസം കാണാൻ. ഇതൊക്കെ ബയറിൻ്റെ 1969 ജേഴ്സിയാണിത്. ഒളിമ്പിക് സ്റ്റേഡിയം ബയറിൻ്റെ ആലിയൻസ് അറീനയിൽ വരുന്നതിന് മുമ്പ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേഡിയമാണിത്. അവരും 1860 മ്യൂണിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടീമുണ്ട്. അവർ രണ്ടാളും കൂടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേഡിയമാണ്. അതിനുശേഷമാണ് അവർ രണ്ടാളും കൂടി ആലിയൻസ് അറീന ബിൽഡ് ചെയ്തത്. പക്ഷേ അവർ റിലഗേറ്റ് ആയതിനു ശേഷം, നേരത്തെ പറഞ്ഞ പോലെ റിലഗേറ്റ് ആയതിനു ശേഷം ആ സ്റ്റേഡിയം ബയറിന് മാത്രമായി ആലിയൻസ് അറീന. ഇതാണ് ദി ഐക്കോണിക് ബുണ്ടസ്ലീഗ. റെക്കോർഡ് ബയറിന് റെക്കോർഡ് ബുണ്ടസ്ലീഗ ചാമ്പ്യൻസ് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ബയറിന് 34 ബുണ്ടസ്ലീഗ ട്രോഫീസ് ഉണ്ട്. സെക്കൻഡ് ക്ലോസസ്റ്റ് ന്യൂറംബർഗാണ്, അവർക്ക് 9 ഉള്ളൂ. 34 9 അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ബയറിനെ എപ്പോഴും ഏതൊരു മീഡിയയിൽ ജർമ്മനിയിലെ ഏതൊരു മീഡിയയിൽ ബയറിനെ വിശേഷിപ്പിക്കുമ്പോഴും എപ്പോഴും ബയറിനെ റെക്കോർഡ് ചാമ്പ്യൻസ് എന്നാണ് പറയുക. അത് ഈ ബുണ്ടസ്ലീഗ 34 ബുണ്ടസ്ലീഗ ഒക്കെ ഇതാണ്, പവറാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബയറിന് തന്നെ ഇതിൽ സ്ഥലം ഉണ്ടാവണം. ഇത് 1989 ബുണ്ടസ്ലീഗ. ഇതാണ് ട്രോഫി ഡി സാന്റിയാഗോ ബെർണബേയു. ഏതുപോലത്തെ കളിച്ചത്? 1979 കളിച്ചതാണ്. 4 ടീമുണ്ടായ ടൂർണമെൻറ്റ്. റയല്, ബയേൺ, മിലാൻ, അയാക്സ്, ആ കാലത്തെ 4 ടോപ്പ് ടീമുകളാണ്. ഇത് യുഎഫയുടെ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ്. ഇത് ഇപ്പോഴത്തെ യൂറോപ്പ ലീഗ്, പക്ഷെ പണ്ട് ഇത് UEFA കപ്പ് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനിയാണ് മെയിൻ ഐറ്റം. അത് പണ്ട് UEFA കപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആ മച്ചാണ് മെയിൻ ഐറ്റം. ആ മോനെ, ഇത് ബയണ് ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് അടിച്ചത് 74, 75, 76. ഇതാണ് സാധനം. ഇത് 2001. ഇത് ബയറിൻ്റെ 2001 ഒരു 3D റൂം പോലെ സംഭവം. ലെജൻസ് മുള്ളർ, ബെക്കംബർ, one of the greatest defenders ever. മോനെ ഒഴിവാക്കാൻ പെസ് ആരാധകർക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതുപോലെ പെസ് ആരാധകർക്ക് വേറെ സാധനം. ലെജൻഡ് ഒലിവർ കാൻ. പെസ്സിലെ ഡബിൾ ബൂസ്റ്റർ ഒലിവർ കാൻ. വേൾഡ് കപ്പ് മെഡൽ നമ്മളെ ഷൈൻസ്റ്റാഗർ അണ്ണൻ
അടിച്ച വേൾഡ് കപ്പ് മെഡൽ ജർമ്മനിക്ക് വേണ്ടിയിട്ട് ബ്രസീലിലെ. ബയേണിൻ്റെ 2013 ട്രബിള് ചാമ്പ്യൻസ് ലീഗ്. ഇതാണ് ബയേണിൻ്റെ 2020 സെക്സ്റ്റപ്പിൾ അല്ലെങ്കിൽ ട്രിബിളും സെക്സ്റ്റപ്പിളും കൂടിയിട്ടുള്ള നമ്മളെ ഹൻസി ഫ്ലിക്ക് അണ്ണൻ്റെ ഐക്കോണിക് സീസൺ. ഇതിൽ നമ്മളെ ബാർസനെ 8-2 തോൽപ്പിച്ചതും നല്ല വൃത്തിക്ക് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹൻസി ഫ്ലിക്ക് എഫക്റ്റ്. ഹൻസിപ്പോൾ ഐക്കോണിക് ടീമാണ് ഇത്. സെക്സ്റ്റപ്പിൾ ബാർസക്കും ഇവർക്കേ ഉള്ളൂ, ബാർസക്കും ബയേണിനേ ഉള്ളൂ ഈ സംഭവം. സെക്സ്റ്റപ്പിൾ ഗോട്ട് കീപ്പർ ഗോട്ട് ആഫ്റ്റർ ബുഫോൺ. ബുഫോൺ കഴിഞ്ഞാൽ രണ്ടാമത് അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ബുഫോണാണ് നമുക്ക് ഒന്നാം നമ്പർ ഇത്ര കാലം ലാസ്റ്റ് സീസൺ ആയിരിക്കും ഈ സീസണിൽ ചിലപ്പോൾ. ഈ സീസണിലും അടുത്ത് ഗോൾഡൻ ബൂട്ട് പ്ലെയറിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്നത്. ബുണ്ടസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്നത് ഗോൾഡൻ ബൂട്ട്. യൂറോപ്പിൽ ഏറ്റവും ഗോൾ. ഇത് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ ചെയ്യുന്നല്ലേ. അത് ചാമ്പ്യൻസ് ലീഗിൽ, ഇത് യൂറോപ്പിൽ. തോമസ് മുള്ളറല്ല, ജെറാഡ് മുള്ളർ ട്രോഫി. അത് എനിക്കൊരു സംഭവം ട്രോഫി ഇല്ലാതെ വന്നിട്ട് അവസാനം ട്രോഫി അടിച്ചു പറയാം. ഏതൊരു ബാർസ ഫാൻ്റെയും ആഗ്രഹമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മളെ അണ്ണൻ്റെ അണ്ണൻ ഈ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മെസ്സി ജെറാഡ് മുള്ളർക്ക് കൊടുത്ത സാധനമാണ്. അത് ജെറാഡ് മുള്ളറിൽ പുള്ളി ബയേണിൻ്റെ മ്യൂസിയത്തിന് വേണ്ടി കൊടുത്താണ്. ഈ സാധനം മാത്രമാണ് ബയേണിൻ്റെ മ്യൂസിയത്തിൽ വേറൊരു പ്ലെയറിൻ്റെ അല്ലെങ്കിൽ വേറൊരു ടീമിൻ്റെ ജേഴ്സിയോ വേറൊരു പ്ലെയറിൻ്റെ ജേഴ്സിയോ ഉള്ളത്. ബയേണിൻ്റെ കളിക്കാത്ത പ്ലെയേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ മ്യൂസിയം ടൂറിൻ്റെ എൻഡ്. മ്യൂസിയം പ്ലസ് അറീന ടൂറിൻ്റെ എൻഡിങ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ്. ആസ് എ ഫുട്ബോൾ ഫാനാണ് എല്ലാവർക്കും ഈ സംഭവം വരില്ല. എൻജോയ് ദ വീഡിയോ. ബൈ. I was born to be free.